വി ആർ അനൂപ്, ഇന്നിപ്പോൾ സിനിമാ മേഖലയ്ക്കകത്തെ പ്രതികരണങ്ങളെക്കാൾ കേരളം ഞെട്ടിയത് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് നേതൃത്വത്തിലുള്ള പലരും പറഞ്ഞു കഴിഞ്ഞ ശേഷം നേതൃത്വത്തിൽ തന്നെയുള്ള അടൂർ പ്രകാശ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അടൂർ പ്രകാശിന്റെ ആ പ്രതികരണത്തിൽ അന്തിമമായ തീർപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചീഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റാണ്. UDFിലെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് UDFിൻ്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവാണ്. അവർ രണ്ടുപേരും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അടൂർ പ്രകാശ് പറഞ്ഞതിന് ശേഷം അത് ആവർത്തിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശിന് തിരുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു സംശയവും വേണ്ട. അതിജീവിതയോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി, UDF. മനുഷ്യത്വം അവശേഷിക്കുന്ന എല്ലാ മനുഷ്യരും അതിജീവിതയോടൊപ്പം ആവേണ്ടതിൻ്റെ കൂടെ കോൺഗ്രസ് പാർട്ടിയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ CPM ഇതൊക്കെ രാഷ്ട്രീയ വിഷയമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? CPMനെ സംബന്ധിച്ച് ഒരു കേസിൽ അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത പ്രോസിക്യൂഷനായി ഈ സംസ്ഥാനത്ത് നിലവിലുള്ളത്. CPM ഈ കേസ് നടക്കുമ്പോഴല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ക്രിമിനൽ ഗൂഢാലോചന ഇതിൽ ഇല്ല എന്ന് പറഞ്ഞത്. ഈ കേസ് മുന്നോട്ട് പോകാൻ എന്താ കാരണം? കേരളത്തിലെ പൊതുസമൂഹം, താങ്കൾ ഉൾപ്പെടെ, നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തിയ വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിനെ തുടർന്ന് ചില ദിലീപ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ അന്തിമമായിട്ട് എന്താ സംഭവിച്ചത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം CPMന്റെ LDFിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പോലും പ്രസംഗിച്ചു. ഞങ്ങൾ അധികാരത്തിലുള്ളത് കൊണ്ടല്ലേ ദിലീപിനെ പോലൊരു സിനിമാ നടനെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്, ജയിലിലിടാൻ പറ്റിയത്. അവർ അതേ ഉത്തരവാദിത്തത്തോടു കൂടി പറയുമോ? നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഊരി പോരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് വിട്ടയക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി. ലോകത്തെവിടെയും ഒരു പ്രതി കുറ്റാരോപിതൻ വിട്ടയക്കപ്പെടുന്നത് എങ്ങനെയാ? അത് പ്രോസിക്യൂഷന്റെ പരാജയ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരുടെയാ? അത് ഗവൺമെന്റാണ്. സംശയാതീതമായി പ്രോസിക്യൂഷനാണ് ഇത് തെളിയിക്കേണ്ടത്. ആ തെളിയിക്കുന്നതിൽ സർക്കാർ സംവിധാനം പരാജയപ്പെട്ടിരുന്നേ. ആ പരാജയം ഏറ്റുപറയാൻ അവർ തയ്യാറാവണം. ഞങ്ങളെ സംബന്ധിച്ച് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിലൊക്കെ വളരെ കൃത്യമായി അസന്നിഗ്ധമായി നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചർച്ചയിലും KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, കേരളത്തിലെ UDFിന്റെ നിലപാട് ഒരു സംശയ ലേശമന്യേ, ഒരു അണുവിട വ്യത്യാസമില്ലാതെ അതിജീവിതയോടൊപ്പമാണ്. അനൂപ്, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പ്രോസിക്യൂഷന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ആസഫ് അലി, അദ്ദേഹം വിദഗ്ധനായ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് തെളിവുകളുടെ കൂമ്പാരമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്, പ്രോസിക്യൂഷന്റെ വീഴ്ചയായി അതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിയമവിദഗ്ധൻ കൂടിയായ നിങ്ങളുടെ ഭാഗം കൂടിയായ ഒരു പ്രതിനിധി ഇന്നലത്തെ ചർച്ചയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തെളിവുകളുടെ അഭാവമല്ല, ഏതൊക്കെ തെളിവുകൾ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനിയിപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ അവഗണിച്ചിട്ടുണ്ട് എന്ന്. 125ഓളം തെളിവുകൾ അവഗണിച്ചു എന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ ഇത് മുഴുവൻ പ്രോസിക്യൂഷൻ വീഴ്ചയാണെന്ന് പറയാമോ? ഇനി അങ്ങ് പറഞ്ഞൊരു വാദം, തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഈ വിഷയം LDF പല ഘട്ടങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ അനൂപ്. ഈ തിരഞ്ഞെടുപ്പ് ദിവസം എന്തിനാണ് UDF കൺവീനർ ഇങ്ങനൊരു വാദം ഉന്നയിച്ചത്? അത് നിങ്ങളിൽ തന്നെയുള്ള ചിലരെ തോൽപ്പിക്കാനാണോ എന്ന ചോദ്യം ഉയർന്നാൽ അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? അത് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാട്, അത് പിന്നീട് പാർട്ടിയുടേതായി വന്ന നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ നിലപാട്. അപ്പോൾ അടൂർ പ്രകാശ് ഇന്ന് പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ പത്തനംതിട്ട തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകട്ടെ എന്ന ഉദ്ദേശത്തിലാണോ എന്ന് സംശയിച്ചാൽ അത് കുറ്റം പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, UDFിൻ്റെ നിലപാട് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഇവിടെ വ്യക്തമാക്കപ്പെട്ടതാണ്. ഈ ചർച്ചയിൽ ഞാൻ ആവർത്തിക്കുകയാണ്, ഈ കാര്യത്തിൽ എന്നല്ല എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അതിജീവിതകളുടെ ഒപ്പമാണ്. അതിജീവിതകളെ ആക്രമിക്കുന്ന ആണത്ത മനോഭാവത്തിനെതിരാണ്. ഈ കേസ് കഴിഞ്ഞതിന് ശേഷം പോലും ദിലീപ് പറഞ്ഞ ചില വാചകങ്ങൾ, മഞ്ജു വാര്യരെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അത്തരം രീതികളോട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. താങ്കൾ ചോദിച്ച ഒരു കാര്യത്തിൽ കൂടി വരാം. ഇത് പ്രോസിക്യൂഷന്റെ പരാജയമാണോ എന്ന് ചോദിച്ചാൽ
ഇത് ഈ കേസിൽ ദിലീപിന്റെ അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടിയവർക്ക് ദിലീപ് വിട്ടയക്കപ്പെട്ട സാഹചര്യത്തിലും ഉത്തരവാദിത്തം ഏൽക്കേണ്ടതില്ലേ? ആ ഒരു സാമാന്യ യുക്തി, ആ ഒരു ലോജിക് മാത്രമാണ് ഞാൻ ഉയർത്തിയത്. ദിലീപിനെ അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അത് പോലീസ് ഏത് കേസിലും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിക്രമമാണെന്ന് അവകാശപ്പെടണ്ടേ? ഇത് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, ഞങ്ങൾ സ്ത്രീകളുടെ സംരക്ഷകരാണ്, ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് സാധ്യമാക്കിയത് എന്ന് പറയുന്നവർക്ക് ദിലീപ് വിട്ടയക്കപ്പെടുമ്പോഴും അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതില്ലേ എന്നുള്ള ഏറ്റവും പ്രാഥമികമായ ഒരു ചോദ്യമാണ്. അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.